ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 80. നമ്മൾ ഉത്തരാർജിതത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് നോക്കുന്നത്. അതിലെ ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ കർമ്മങ്ങളിലും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ആ സിസ്റ്റത്തിൽ ചോറ് വയ്ക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ ആ അരിയെ ചോറാക്കി മാറ്റുന്നുള്ള പ്രക്രിയയെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ്. അപ്പോൾ ആ ഇന്ദ്രനെ പറ്റിയുള്ള പരാമർശമാണ്. ഇന്ദ്രനെ പറ്റി കുറേ വ്യാഖ്യാനം നമ്മൾ നൽകിക്കഴിഞ്ഞു, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ശക്തിയാണ്. അതായത് നമ്മളെ കൊടുക്കുന്ന വസ്തുവിനെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ 174 എന്താണ് പറയുന്നത് നോക്കാം. പോരാട്ടത്തിൽ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ദ്രനെ സമീപിക്കുന്നത്. ആ ഇന്ദ്രനോട് പറയുകയാണ്. കാരണം പോരാട്ടം എപ്പോഴും നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതൊരു പോരാട്ടമാണ്. കാരണം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം എല്ലാ വസ്തുവിനും അതുപോലെ നിൽക്കാനാണ് ടെൻഡൻസി. ഉദാഹരണമായി നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അരി ഉപയോഗിച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അരിക്ക് അതേപോലെ നിൽക്കാനാണ് താല്പര്യം. ഇപ്പം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം അതിനെ ആ സ്റ്റേറ്റിൽ നിന്ന് അരി എന്ന നിലയിൽ നിന്ന് ചോറാക്കി മാറ്റണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പം ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയുന്നു, അങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനൊരു എതിർപ്പുമുണ്ട്. അപ്പോൾ ആ എതിർപ്പിനെ മറികടന്നിട്ട് വേണം നമ്മൾ അരിയെ ചോറാക്കി മാറ്റാൻ. അപ്പം അവിടെ ഏറ്റുമുട്ടുന്ന ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പം ആ എതിർപ്പിനെയാണ് ഇവിടെ ശത്രുവായിട്ട് കാണുന്നത്. വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്വരജോ തമോ ഗുണങ്ങൾ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലോ. അപ്പോൾ എല്ലാ പോരാട്ടത്തിലും ഒരു റിയാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിനെ മറികടന്നിട്ട് പുതിയ പ്രൊഡക്റ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ദ്രനെ സമീപിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ എത്തിച്ചേരുന്നു എന്ന് പറയുകയാണ്. നമ്മൾ എന്തൊരു യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ആ ഇന്ദ്രൻ വരും. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ വന്നിട്ട് അഗ്നിയുടെ സഹായത്താൽ, ഊർജത്തിൻ്റെ സഹായത്താൽ ആ വസ്തുവിനെ, കൊടുത്ത വസ്തുവിനെ നല്ലൊരു പ്രൊഡക്റ്റാക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് പറയുകയാണ് അദ്ദേഹം വലിയ പരാക്രമിയാണ്. കാരണം അവിടെ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് അരിയെ ചോറായിട്ട് മാറ്റുന്നത്. അതിൻ്റെ ഘടനയിലെല്ലാം മാറ്റം വരുത്തുകയാണ്. അതുകൊണ്ട് അതൊരു നല്ല പോരാളിയാണ്, ധൈര്യവാനുമാണ്. അഗ്നിക്ക് ഇന്ദ്രന് ധൈര്യക്കുറവൊന്നുമില്ല. ഏതൊരു വസ്തുവിനെയും നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ വേറൊന്നാക്കി തരും. പക്ഷേ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം, ഊർജം കൊടുക്കുകയും വേണം. എങ്കിൽ ഇന്ദ്രൻ ആ എതിർപ്പിനെല്ലാം മറികടന്നിട്ട് ജയിച്ചിട്ട് പുതിയ പ്രൊഡക്റ്റാക്കി തരും. അതുകൊണ്ട് നമ്മൾ സ്തുതികൾ അർപ്പിച്ച് ആരാധിക്കണം ഇന്ദ്രനെ. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, വേദത്തിൽ സയൻസ് ആണുള്ളത്. സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കണം. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റി തരികയുള്ളൂ. ഇപ്പം അരി ചോറാക്കണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം, അല്ലാതെ പെട്രോളിലിട്ട് തിളപ്പിച്ചാൽ ചോറാവില്ല, ആവില്ല. സയൻസിൻ്റെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിക്കണം. ഇനി 175. ബഹുവിധ ധനങ്ങളുടെ ഉടമയാണ് ഇന്ദ്രൻ. ബഹുവിധ ധനങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത് അതിനെ പുതിയൊരു വസ്തുവാക്കി കൊടുക്കുന്ന വസ്തുവിനെ പുതിയൊരു വസ്തുവാക്കി മാറ്റാനാണ്. അത് വിറ്റിട്ട് ചിലപ്പോൾ നമ്മൾ ധനം സമ്പാദിക്കും. ചിലപ്പോൾ ചോറുണ്ടാക്കും, കറി ഉണ്ടാക്കും, എന്നിട്ട് അതെല്ലാം പാക്കറ്റിലാക്കിയിട്ട് വിറ്റിട്ട് പൈസ നേടുകയായിരിക്കും.
അപ്പോൾ നമുക്ക് ധനം കിട്ടും. അപ്പോൾ ഇതിനെല്ലാം ചോറിനെ അരിയെ ചോറാക്കുന്നതും സാമ്പാറിന് വേണ്ടി കൊടുത്ത വസ്തുക്കളെല്ലാം കറിയാക്കി മാറ്റുന്നതും എല്ലാവരാണ് ഇന്ദ്രനാണ്. അതുകൊണ്ട് ഈ ഇന്ദ്രൻ ധനത്തിൻ്റെ, കാരണം അത് വിറ്റിട്ട് നമുക്ക് ധനമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ധനത്തിൻ്റെ ഉടമയാണ്. വിവിധ തരം ധനങ്ങൾ. അപ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടത്തിയിട്ട് നമ്മൾ ധനം സമ്പാദിക്കുന്നുണ്ടോ ആ കർമ്മങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം ധനത്തിൻ്റെ അധിപൻ ഇന്ദ്രനാണ്. അത് പശുവും കുതിരയും അടങ്ങിയ ധനം ധരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് തരാനായി അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ പശുവും കുതിരയും അടങ്ങുന്ന ധനം കരുതി വെച്ചിട്ടുണ്ട്. പശു എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പശുവായിരുന്നു ധനം. പണ്ട് കാലത്ത് ധനമായിട്ട് കരുതിയിരുന്നത് പശുക്കളെയായിരുന്നു. അതുകൊണ്ട് പശു എന്ന് പറഞ്ഞാൽ ധനമായിട്ട് എടുക്കാം. കുതിര എന്ന് പറയുന്നത് ശക്തിയായിട്ട് എടുക്കാം. നമ്മളൊരു യജ്ഞം ചെയ്യുന്നത് ഒന്നിക്കൽ ശക്തി കിട്ടാൻ വേണ്ടിയാകാം. ഉദാഹരണമായിട്ട് നമ്മൾ അടിച്ച് പൊളിക്കുകയല്ലാണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്? ശക്തിയാണ് കിട്ടുന്നത് ആ യജ്ഞത്തിലൂടെ. ഒരു കാറിൻ്റെ അകത്ത് പെട്രോൾ കത്തിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ശക്തിയാണ് കിട്ടുന്നത് കാറിനെ തള്ളി നീക്കാൻ. ഒരു റോക്കറ്റിൽ എന്താണ് കിട്ടുന്നത്? ശക്തിയാണ് കിട്ടുന്നത് ആ റോക്കറ്റിനെ തള്ളാനുള്ള. അപ്പം ശക്തിയും കിട്ടാം, അന്നവും കിട്ടാം, അല്ലെ ധനം, പശു രൂപത്തിലുള്ള പശു അല്ലെ ധനവും കിട്ടാം. അങ്ങനെയുള്ള ഇന്ദ്രനോട് പറയാണ്, യാഗമനുഷ്ഠിക്കുന്ന ഞങ്ങൾക്ക് ധനാദികൾ നൽകുക, എന്നിട്ട് നമ്മളെ കർമ്മത്തിൽ സഹായിക്കുക. നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിന് ധനം നേടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള യജ്ഞത്തിൽ അങ്ങ് വന്നിട്ട് നമ്മളെ യജ്ഞത്തെ പൂർത്തീകരിച്ച് തരിക. ഇനി 176 എല്ലാറ്റിൻ്റെയും നാഥനായിരിക്കുന്ന ഇന്ദ്രൻ. അപ്പോൾ ഇവിടെ എന്തെല്ലാം കർമ്മങ്ങൾ ഈ ലോകത്തിലുണ്ടോ അതിനെയെല്ലാം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ്. നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിനെ ചോറാക്കി മാറ്റുന്നത് ഇന്ദ്രനാണ്. പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിലും ഇന്ദ്രനാണ്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും നാഥനായ ഇന്ദ്രൻ ബ്രഹ്മതുല്യനായിട്ട് ഞങ്ങൾ അങ്ങയെ കരുതുകയാണ്. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ. ബ്രഹ്മം, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ? ബ്രഹ്മത്തിൽ നിന്ന്. ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. ആ പ്രപഞ്ചത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും ഇന്ദ്രനാണ്. ആ ഇന്ദ്രനായി മാറിയതും ബ്രഹ്മമാണ്. അപ്പം ബ്രഹ്മതുല്യനാണ് ഇന്ദ്രൻ. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ഇന്ന് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലെല്ലാം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ്. പ്രപഞ്ചം ഉണ്ടായതാകട്ടെ ബ്രഹ്മത്തിൽ നിന്നാണ്. അപ്പം ഈ ബ്രഹ്മസമാനം തന്നെയാണ് ഇന്ദ്രൻ. ആ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങ് ഞങ്ങളുടെ കർമ്മങ്ങളിൽ എല്ലായ്പ്പോഴും താല്പര്യമുള്ളവരായി തീർക്കണം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും, ചോറ് വയ്ക്കുകയാണെങ്കിലും കറി വയ്ക്കുകയാണെങ്കിലും ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ആ കർമ്മത്തിൽ അങ്ങ് എന്ത് ചെയ്യണം? വന്ന് തൽപരനായി നമ്മളെ യജ്ഞങ്ങളെ പൂർത്തീകരിച്ച് തരണം. ഇത് ഞങ്ങളിങ്ങനെ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പശുവിൻ പാൽ ചേർന്ന സോമം കലശത്തിൽ വീഴുന്നു ഇന്ദ്രനായിക്കൊണ്ട്. സോമയാഗം നടക്കുമ്പോഴുള്ള കാര്യം പറയുകയാണ്. സോമയാഗം നടത്തുമ്പോൾ നമ്മൾ വള്ളി ഇടിച്ച് പിഴിഞ്ഞ് പാത്രത്തിലേക്ക് സംഭരിക്കുന്നു. ഈ സോമം ആർക്കാണ് കൊടുക്കുന്നത്? മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് അങ്ങ് ഇന്ദ്രൻ എത്തിക്കും. ഇന്ദ്രനാണ് അവിടുന്ന് മേഘങ്ങളെ ചേർത്ത് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ സോമം ഇന്ദ്രന് വേണ്ടിയാണ് അഗ്നിഹോത്രം നടത്തുന്നതിലേക്ക് സോമയാഗങ്ങളെല്ലാം നടത്തുന്നിടത്ത് കലശത്തിൽ ഈ നീര് വീഴുന്നത്, സോമം വീഴുന്നത് ഇന്ദ്രന് വേണ്ടിയാണ്. ഇനി 178 ഞങ്ങളുടെ സ്തുതികൾ ചേർന്നവൻ. കാരണം ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് സ്തുതികൾ
സ്തുതികളിലൂടെയാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ അല്ലെങ്കിൽ സയൻസ് തത്വങ്ങൾക്കാണ് സ്തുതി എന്ന് പറയുന്നത്. അപ്പം സയൻസിൽ നിന്നാണ് ഇന്ദ്രൻ ആ പ്രേരകം, ആ പിന്നിലെ സയൻസിൽ നിന്നാണ് ആ പ്രേരക ശക്തി ഉടലെടുത്ത് വരുന്നത്. അപ്പം സ്തുതികളിൽ നിന്നാണ് ഇന്ദ്രൻ വരുന്നത്. സ്തുതികളിൽ വ്യാപൃതനാണ്, അന്നങ്ങളുടെ നാഥനാണ്. അപ്പം സ്തുതിച്ചിട്ട് ഒരു യജ്ഞം നടത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പ്രൊഡക്റ്റാക്കി മാറ്റും. പ്രൊഡക്റ്റ് എന്നാണ് അന്നം എന്ന് പറയുന്നത്. അപ്പം അന്നങ്ങളുടെ നാഥനാണ്. നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ അന്നമാക്കി തരും, പ്രൊഡക്റ്റാക്കിയിട്ട് തരും. സന്മാർഗികൾക്ക് രക്ഷ നൽകുകയും ചെയ്യുന്നു. നല്ല ആൾക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ ഫലം നേടിത്തരുന്നു. ഇനി 178 അങ്ങയുടെ ശക്തിയോടുകൂടി ഇന്ദ്രനോട് പറയുകയാണ്, അങ്ങയുടെ ശക്തി ഉപയോഗിച്ചിട്ട്, ഇന്ദ്രനാണ് ശക്തി ഉപയോഗിച്ചിട്ട് കട്ടിയായ അരിയെ ചോറാക്കുന്നത്. അപ്പം അങ്ങയുടെ ശക്തിയോടുകൂടി അങ്ങ് മിത്രഭാവത്തിൽ ഞങ്ങളെ സമീപിച്ചിട്ട്, നമ്മളൊരു കൂട്ടുകാരനെ പോലെ നമ്മളെ കൂടെ വന്നുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള ഭയത്തെ ഇല്ലാതാക്കട്ടെ. ശത്രുത എന്ന് പറയുമ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു എതിർപ്പുണ്ട്. ന്യൂട്ടൺസ് തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനെയാണ്, ആ എതിർപ്പിനെയാണ് ഇന്ദ്രൻ നശിപ്പിച്ചിട്ട് നമ്മുടെ യജ്ഞം മുന്നോട്ടേക്ക് നയിക്കുന്നത്. യുദ്ധത്തിൽ വിജയിക്കുകയും ഒരിടത്തും പരാജയപ്പെടാതുമായ അങ്ങയെ അഭയത്തിനായി ഞങ്ങൾ പ്രണമിക്കുന്നു. അങ്ങയെ നമ്മൾ ആശ്രയിക്കുകയാണ്. ഏതൊരു വസ്തുവിനെയും ഒരു പുതിയ വസ്തുവിലേക്ക് ആക്കി മാറ്റുവാനുള്ള യജ്ഞത്തിൽ എതിർപ്പിനെ മറികടക്കുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങാണ് ബലവാൻ, അങ്ങയാണ് ശക്തിമാൻ, എതിർപ്പിനെയെല്ലാം കീഴടക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രണമിക്കുന്നു. ഇനി 179 ഇന്ദ്രൻ ധനങ്ങളെല്ലാം നൽകുന്നത് ആദികാലം മുതൽ തന്നെ പ്രസിദ്ധമാണ്. പണ്ട് കാലത്ത് അടക്കം, അതായത് ഇപ്പം നമ്മുടെ ഋഷികളുടെ കാലഘട്ടത്തിൽ മനുഷ്യരുണ്ടായ കാലം മുതൽ അവർ യജ്ഞം നടത്തുമ്പോൾ അതിനെ പൂർത്തീകരിച്ച് ധനം നേടിക്കൊടുക്കുന്നത് ഇന്ദ്രനാണ്. യാഗം അനുഷ്ഠിക്കുന്നവർക്ക് ഇന്ദ്രൻ ധനം നൽകിക്കൊണ്ടിരിക്കും. ഏത് കാലത്തും കർമ്മങ്ങൾ ചെയ്യുന്നവർ, യാഗം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ്. പ്രവർത്തിക്കുന്നവർക്ക്, അധ്വാനിക്കുന്നവർക്ക് എന്ത് നൽകും? ധനം നൽകിക്കൊടുക്കുക. പണ്ട് കാലത്ത് ഇക്കാലത്തും എല്ലാം ആരും എന്ത് അധ്വാനിച്ചൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നൽകുന്നത് ഇന്ദ്രനാണ്. അങ്ങനെയുള്ള ഇന്ദ്രനോട് പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു യാഗം ചെയ്യുകയാണ്, ഞങ്ങളിലേക്ക് ധനം നൽകിയാൽ നമ്മളൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു കർമ്മം ചെയ്യുകയാണ്. അതിന് ആ സ്ഥാനത്ത് എത്തിച്ചിട്ട് ചിലപ്പോൾ നമ്മളത് വിട്ടിട്ട് ധനം നൽകും. അതുകൊണ്ട് നമുക്ക് ധനം നൽകിയാൽ അതോടൊപ്പം നമുക്ക് സംരക്ഷണവും നൽകുക. യജ്ഞം നടത്തുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ഇന്ദ്രനുണ്ട്. നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് ഫലം കിട്ടുമ്പോൾ നമ്മൾ സംരക്ഷിക്കപ്പെടും. അപ്പം നമ്മളെ സംരക്ഷണവും അങ്ങിലാണ്. ഉദാഹരണം, നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചത്തുപോകും. അപ്പം ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം നമ്മളെ സംരക്ഷണവും ഇന്ദ്രൻ തന്നെയാണ്. എല്ലാ കർമ്മത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ആ കർമ്മങ്ങളെല്ലാം സഫലമാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അധ്യായം 3 കഴിഞ്ഞു. 4-ാമത്തെ അധ്യായം അടുത്ത ക്ലാസ്സിൽ.